കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യണമെന്നാവശ്യപ്പെട്ടുള്ള പ്രമേയം നിയമസഭ ഐക്യകണ്ഠേന പാസാക്കി. വന്യജീവികൾ ജനവാസ മേഖലയിൽ ഇറങ്ങുന്നത് മനുഷ്യജീവനും സ്വത്തിനും കൃഷിക്കും ഭീഷണിയാണ്. കാട്ടുപന്നി ഉൾപ്പെടെയുള്ള വന്യജീവികളെ ഉന്മൂലനം ചെയ്യാൻ നിലവിൽ പരിമിതിയുണ്ട് എന്ന് വനമന്ത്രി പറഞ്ഞു. ഭേദഗതിയിലുള്ളത് 3 നിർദ്ദേശങ്ങളാണ്. അടിയന്തര ഘട്ടങ്ങളിൽ ഇടപെടുന്നതിനായി ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ മുഴുവൻ അധികാരങ്ങളും ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർമാർക്ക് നൽകണം. കേന്ദ്ര നിയമം കാലാനുസൃതമായി ഭേദഗതി ചെയ്ത് വന്യജീവി ആക്രമണം തടയാനുള്ള സാഹചര്യം സൃഷ്ടിക്കണം. കാട്ടുപന്നി ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കണം തുടങ്ങിയവയാണ് ഭേദഗതി നിർദ്ദേശങ്ങൾ. കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും വന്യജീവികൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് വന്യജീവി സംഘർഷം വർദ്ധിപ്പിക്കുന്നതിനും മനുഷ്യജീവനും സ്വത്തിനും കൃഷിക്കും ഭീഷണി ഉയർത്തുന്നതിനും കാരണമാവുകയും അതുവഴി നിരവധി മനുഷ്യജീവനുകൾ പൊലിയുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തതിനാലും ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങുന്ന ഇത്തരം അക്രമകാരികളായ വന്യജീവികളെ നശിപ്പിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനും തടസ്സങ്ങളാകുന്ന കർശന വ്യവസ്ഥകളടങ്ങിയ കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമവും ചട്ടങ്ങളും നടപടിക്രമങ്ങളും ഉപദേശങ്ങളും മാനദണ്ഡങ്ങളും കാലാനുസൃതമായി ഭേദഗതി വരുത്താൻ